ആദ്യമേ നമുക്ക് 1.43:1 എന്ന ആസ്പെക്ട് റേഷ്യോയിലുള്ള തിയേറ്റർ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അത് നമ്മുടെ ഗുജറാത്ത് അഹമ്മദാബാദിലുള്ള സയൻസ് സിറ്റിയിലാണുള്ളത്. അതാണ് യഥാർത്ഥ ഐമാക്സ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അത് ഫിലിമിലാണ് അവിടെ ഓടിക്കുന്നത്. അതായത് ഫുൾ സ്ക്രീനിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ക്രോപ്പ് ആക്കി കളയണം. അല്ലെങ്കിലോ ഈ മേളിലും താഴെയായിട്ട് കൂടുതൽ വിഷ്വൽസ് വേണം. അപ്പോൾ നമുക്ക് ഇല്ലാത്ത വിഷ്വൽസിന് എന്തായാലും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇനി ഈ മോണിറ്ററിനെ ഞാൻ രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാം. അതായത് ഒന്ന് ഐമാക്സിനും ഒന്ന് നമ്മുടെ സിനിമാസ്കോപ്പിനും. ഇനി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്ററിലെ ഈ ബോക്സാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു ബോക്സിനകത്താണ്. അതേസമയം ഇത് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ. അതായത് ഇത്ര ഏരിയയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. അതായത് ഇത് അനാമോർഫിക് ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അനാമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്യുമ്പം ഈ ഒരു സൈസ് അല്ല വരുന്നത്. നമസ്കാരം. അപ്പോൾ അതങ്ങ് ഉറപ്പിച്ചു, എമ്പുരാൻ ഐമാക്സിലുണ്ട്. അപ്പോൾ ഈ ഐമാക്സിലുണ്ട് എന്ന് കേട്ടപ്പോൾ തുടങ്ങിയ ഒരു സംശയമാണ്, ഈ ഐമാക്സിൽ എമ്പുരാൻ പ്രദർശിപ്പിക്കുമ്പോൾ മേളിലും താഴെയും ബ്ലാക്ക് ബാർ വരില്ലേ എന്ന്. ഇനി അഥവാ ബ്ലാക്ക് ബാർ വന്നില്ല, ഫുൾ സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ സൈഡ് രണ്ടും ക്രോപ്പായി പോകുമോ എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിയത്. കാരണം ഇത് ഷൂട്ടിംഗ് സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെയാണെങ്കിലോ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ അനാമോർഫിക് ലെൻസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ഞാൻ ഫുൾ ഗ്യാരണ്ടി. പക്ഷേ ഈ ഒരു വീഡിയോ ഇത് എത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. വായിക്ക് തോന്നിയത് കോതയ്ക്ക വാട്ടെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനിങ്ങനെ പറയുന്നു. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആദ്യമേ നമുക്ക് ഐമാക്സ് ഫോർമാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള ആസ്പെക്ട് റേഷ്യോസ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് 1.43:1. അതിനകത്തോട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ലൂസിഫറിനെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മേളിലും താഴെ ബ്ലാക്ക് ബാറുകൾ വരും. അതേസമയം അടുത്തൊരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 1.90:1. ആദ്യമേ നമുക്ക് 1.43:1 എന്ന ആസ്പെക്ട് റേഷ്യോയിലുള്ള തിയേറ്റർ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നിർഭാഗ്യവശാൽ അത് ഇന്ത്യയിൽ ഒരെണ്ണേ ഉള്ളൂ. അത് നമ്മുടെ ഗുജറാത്ത് അഹമ്മദാബാദിലുള്ള സയൻസ് സിറ്റിയിലാണുള്ളത്. അത് എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോകാവുന്ന ഒരു പരുവത്തിലിരിക്കുക. അതാണ് യഥാർത്ഥ ഐമാക്സ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അത് ഫിലിമിലാണ് അവിടെ ഓടിക്കുന്നത്. അപ്പോൾ അതിനങ്ങ് വിട്ടാക്കാം. കാരണം ആ ഒരു തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് എന്തായാലും ഈ ഒരു സൈസിലോട്ട് നമ്മുടെ എമ്പുരാനെ കൺവേർട്ട് ചെയ്യത്തില്ല, ഉറപ്പിച്ചേ. ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത്, അതായത് ഡിജിറ്റൽ ഐമാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.90:1 ആണ്. അത് ഈ ഒരു സൈസ് വരും. കണ്ടോ? ഈ ഒരു സൈസിലോട്ട് നമ്മുടെ ലൂസിഫറിനെ വലിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ബ്ലാക്ക് ബാർ വേണം. ലൂസിഫർ എന്ന് പറഞ്ഞാൽ എമ്പുരാനും ഈ ഒരു സൈസ് തന്നെയാണല്ലോ. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ബ്ലാക്ക് ബാർ വരും. അപ്പോൾ ഐമാക്സിൻ്റെ ഈ ഒരു സൈസിലേക്ക് നമ്മുടെ എമ്പുരാനെ ഇങ്ങനെ തിയേറ്ററുകാരിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ക്രോപ്പായി പോകും. തിയേറ്ററുകാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ താഴെയും മേളിലുമായിട്ട് ബ്ലാക്ക് ബാർ വരാനാണ് സാധ്യത. അതായത് ഫുൾ സ്ക്രീനിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ക്രോപ്പാക്കി കളയണം. അല്ലെങ്കിലോ ഈ മേളിലും താഴെയായിട്ട് കൂടുതൽ വിഷ്വൽസ് വേണം. അപ്പോൾ നമുക്ക് ഇല്ലാത്ത വിഷ്വൽസിന് എന്തായാലും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും ചെറിയ ഒരു പൊടി നമ്പർ കാണിക്കുവാണെങ്കിൽ ഐമാക്സിനും നമ്മുടെ ഈ സിനിമാസ്കോപ്പിനും വേണ്ടിയിട്ട് ഒരുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അത് ശുദ്ധ പൊട്ടത്തരമാണേ. എന്തായാലും ഞാൻ ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടിയല്ലേ, അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താക്കാമെന്ന് ഓർത്ത് വന്നതാണ്. ഒത്താലോട് അല്ലെങ്കിൽ ഓല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചുമ്മാ നോക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ലൈറ്റ് ബ്ലൂ ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കണ്ട കേട്ടോ. ഇത് കാണാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഇത് മോണിറ്ററാണെന്നങ്ങ് വിചാരിക്കുക. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങൾ ഇവിടെ വിഷ്വൽസ് ഇതിനകത്താണ് വരുന്നത്. അതായത് ഈ യെല്ലോ ബോക്സിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ വിഷ്വൽസും കംപ്ലീറ്റ് ഈ യെല്ലോ ബോക്സിനകത്തായിട്ട് വരും. അപ്പോൾ ഇതിനെ ഞാൻ രണ്ടാക്കി തിരിച്ചിരിക്കുക. ഒന്ന്, എനിക്ക് സിനിമാസ്കോപ്പ് വേണം. അതായത് നമ്മുടെ നോർമൽ തിയേറ്ററിൽ വൈഡായിട്ട് കാണാനായിട്ടുള്ളത് ഈ ഗ്രേ ഇതിന് ഇത്ര ഭാഗത്ത് പതിയുന്ന ഭാഗമാണ് നമ്മുടെ തിയേറ്ററിൽ സിനിമാസ്കോപ്പായിട്ട് പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വൈറ്റ്. ഇത്ര ഭാഗത്ത് പതിയുന്ന രംഗങ്ങൾ ഞാൻ ഐമാക്സിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. കൂടുതൽ വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പിക്ചർ കാണിക്കാം. ഇതൊരു സിനിമ ഷൂട്ടിംഗ് ആണ്. ഈ കാണുന്നതാണ് മോണിറ്റർ. ഇനി ഈ മോണിറ്ററിനെ ഞാൻ രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാം. അതായത് ഒന്ന് ഐമാക്സിനും ഒന്ന് നമ്മുടെ സിനിമാസ്കോപ്പിനും. ആദ്യം ഐമാക്സിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. ഈ രണ്ട് സൈഡും ഞാനിങ്ങനെ രണ്ട് ലൈൻ ഇട്ട്, അപ്പോൾ നടുക്കൊരു കോളം വന്നു. ഈ കോളത്തിനകത്ത് വരുന്നതാണ് ഐമാക്സിനായിട്ടുള്ള ഫോർമാറ്റ്. അതായത് ഐമാക്സിന് വേണ്ടിയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ ഇത്ര ഏരിയയ്ക്കകത്ത് വരുന്നത്. ഇനി ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുക. ഇങ്ങനെ ഒരു ലൈൻ, ഇനി ഇങ്ങനെ ഒരു ലൈൻ വിട്ടു. അപ്പോൾ ഈ സെൻറ്ററിൽ മറ്റൊരു ബോക്സും കൂടെ വന്നു. ഇനി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്ററിലെ ഈ ബോക്സാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു ബോക്സിനകത്താണ്. കാരണം ഇതിനകത്തുനിന്ന് ഒന്നും മിസ്സാകാൻ പാടില്ല. അതായത് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ പ്രധാന വിഷ്വൽസും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കണം. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ മേളിലും താഴെയും വരുന്നതാണ്. ഇവിടുത്തെ വിഷ്വൽസിന് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ല. കാരണം ആ ഭാഗം ഇല്ലെങ്കിൽ നമുക്ക് വിഷയമില്ല. അതൊരു ബോണസ് ഏരിയ ആയിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. അതായത് ഐമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും അത്ര ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അതേസമയം ഈ ലെഫ്റ്റും റൈറ്റിലും ഒരു പ്രാധാന്യമില്ല. അത് അവിടെ എന്തെങ്കിലും ആരെങ്കിലും കയ്യോ കാലോ വന്നാൽ പോലും വിഷയമില്ല. അത് രണ്ടു പേർക്കും ആവശ്യമില്ല. അതായത് സിനിമാസ്കോപ്പിനും ആവശ്യമില്ല, ഐമാക്സിനും ആവശ്യമില്ലാത്ത ഒരു ഏരിയ എനിക്കിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അഡീഷണലായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ നോർമൽ തിയേറ്ററിൽ കാണുന്ന ഒരു രംഗം എന്ന് കൂട്ടുക. അതായത് അനാമോർഫിക് ലെൻസിൽ വൈഡായിട്ട് ഷൂട്ട് ചെയ്ത ഒരു രംഗം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പൃഥ്വിരാജും ഉണ്ട്, മോഹൻലാലും ഉണ്ട്. സംഭവം ക്ലീൻ. ഇനി ഇത് ഞാൻ പറഞ്ഞ രീതിയിലാണ് ഇത് ഷൂട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലും താഴെയും കൂടെ കുറച്ചും കൂടെ ഏരിയ വരുമല്ലോ. ഏതാ? ഐമാക്സിൽ വരുമ്പോൾ. അപ്പോൾ ഐമാക്സിൽ വരുമ്പം കുറച്ചും കൂടെ ഇങ്ങനെ കിട്ടും. അതേസമയം ഇത് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ. അതായത് ഇത്ര ഏരിയയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് കാണിച്ചപ്പോൾ ഈ രണ്ട് സൈഡും ഉണ്ടോ? ഈ സൈഡും രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് ക്രോപ്പ് ചെയ്ത് പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഭാഗമാണ്. അപ്പോൾ ആ രണ്ട് ഭാഗത്തും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള സീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വിഷയമില്ല. കാരണം എനിക്കിത് ക്രോപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചുമ്മാ ഒരു രസത്തിന് എടുത്തു വെച്ച ഒരു ഭാഗമാണെന്ന് മാത്രം കൂട്ടിയാച്ചാൽ മതി. അപ്പോൾ അത് ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ വരുമ്പം ഐമാക്സിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു ക്രോപ്പും കൂടെ വരുമ്പം സിനിമാസ്കോപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പലരുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കാണും. അതായത് എന്തിനാണ് ഇത്രയും വൈഡായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, ഈ ഒരു രീതി ഷൂട്ട് ചെയ്താൽ പോരെയെന്ന്. അതായത് ഈ രണ്ട് വശത്തോട്ടും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തിന് ഈ അനാവശ്യമായിട്ടുള്ളതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്? ഈ ഒരു രീതി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ക്രോപ്പിങ്ങിൻ്റെ ആവശ്യമല്ലേ വരത്തുള്ളൂ എന്നൊരു തോന്നിയിട്ടുണ്ടോ? എന്നാൽ അത് അങ്ങനെയല്ല. അതായത് ഇത് അനാമോർഫിക് ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അനാമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്യുമ്പം ഈ ഒരു സൈസ് അല്ല വരുന്നത്. അതായത് വൈഡായിട്ടുള്ളത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുമോ എന്നൊരു ഡൗട്ടിഫിക്കേഷൻ പറഞ്ഞത്. അപ്പോൾ അനാമോർഫിക് ലെൻസ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ആദ്യം നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ കുറേ ഡൗട്ട് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആയിരിക്കുമോ ഇവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ ഒക്കുമോ? അതായത് ഞാനീ പറഞ്ഞ പോലെ 2-3 ലൈനൊക്കെ നോക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഐമാക്സിന് വേണ്ടി ഇത്, സിനിമാസ്കോപ്പിന് വേണ്ടി ഇത്, ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ ഒക്കുമോ? എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്ന് ആലോചിച്ച് കൂട്ടിയപ്പം എനിക്ക് തോന്നി, അതായത് എനിക്ക് തന്നെ തോന്നിയ 1-2 എന്നാ പറയുന്നത്, മറ്റേ ജഗതി ചേട്ടൻ ഇതിനകത്ത് പറയുന്ന പോലെ എനിക്ക് തന്നെ തോന്നിയ കുറച്ച് രസങ്ങളാണെന്ന് പറഞ്ഞ പോലെ അത്രയും കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, ബൈ.